ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് സൗണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ 8th നമ്മൾ സൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചുകൂടെ കുറച്ചുകൂടെ കണ്ടന്റുകൾ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ എന്താണ് സൗണ്ട് എന്ന് പറയുന്നത്? നമ്മൾ നോർമലി നമുക്ക് പലതരം സൗണ്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഏതൊക്കെയാണ് സൗണ്ടുകൾ? പലതരം സൗണ്ടുകൾ അല്ലെ. നമുക്ക് വെഹിക്കിളിന്റെ സൗണ്ട് ഉണ്ടാകാം, ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് ഉണ്ടാകാം, നമ്മുടെ സൗണ്ട് ഉണ്ടാകാം അല്ലെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഓരോന്നും എന്താണ്? ഡിഫറെന്റ് ആണ്, വെരി യുണീക്ക് അല്ലെ. ഇപ്പൊ നമ്മുടെ ഓരോ വെഹിക്കിളിന്റെ സൗണ്ടും ഡിഫറെന്റ് ആണ്, നമ്മൾ ഓരോരുത്തരുടെ വോയിസും എന്താണ്? ഡിഫറെന്റ് ആണ്. സോ വാട്ട് ഇസ് സൗണ്ട് ആക്ച്വലി? എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ? വെരി സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, എന്താണ്? സൗണ്ട് ഇസ് എ എനർജി. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർലി എനർജി തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, വി ഹാവ് എ ലൈറ്റ് എനർജി അല്ലെ. നമുക്ക് ലൈറ്റ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഡിഫറെന്റ് ഫോം തന്നെയാണ് എന്ത്? സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, സൗണ്ട് ഇസ് എ എനർജി ഓർ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന സൗണ്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ എന്താണ്? യുണീക്കുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, ബട്ട് ഒന്നുകൂടെ നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, സി വാട്ട് ഈസ് സൗണ്ട്? എന്താണ് സൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോം തന്നെയാണ് എന്ത്? സൗണ്ട് അല്ലെ. നമുക്ക് എന്തൊക്കെ ടൈപ്പ് എനർജികളുണ്ട്? വി ഹാവ് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, ദെൻ മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി എക്സെട്ര അല്ലെ, ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ പല ഡിഫറെന്റ് ഫോം ഓഫ് എനർജി ഉണ്ട്. അതിൽ ഒരു എനർജിയാണ് എന്ത്? സൗണ്ട് എനർജി എന്ന് പറയുന്നത്. വിച്ച് പ്രൊഡ്യൂസ് സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയർ. നമ്മുടെ കേൾവി, നമുക്ക് കേൾക്കാനൊക്കെ എന്താണ്? സൗണ്ട് ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഇനി സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് ഡിഫറെന്റ് ഒബ്ജക്ട്. വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ സൗണ്ട് നമുക്ക് എങ്ങനെയാ മക്കളെ സൗണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്? നിങ്ങൾ അറിഞ്ഞു വെക്കുക, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, എന്നാലും നമ്മൾ റീഫ്രഷ് ചെയ്യാണ്. എന്താണ് സൗണ്ട് എന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ നിങ്ങളൊരു സൗണ്ട് കേട്ടാലും നിങ്ങൾ ഓർത്തു വെക്കുക, അവിടെ വൈബ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റിന് വൈബ്രേഷൻ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന കാര്യം ഓർത്ത് വെക്കുക. വൈബ്രേഷൻ ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് ഡിഫറെന്റ് ഒബ്ജക്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലാപ്പ് ചെയ്യുന്നു. നിങ്ങൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്? നമ്മുടെ ഹാൻഡ്സ് തമ്മിൽ ഇവിടെ ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ഈ വൈബ്രേഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്? സൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗണ്ട് എന്ന് ഓർക്കുമ്പോ അല്ലെങ്കിൽ സൗണ്ട് എനർജി എന്ന് ഓർക്കുമ്പോ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്താ? വൈബ്രേഷൻ. ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ക്ലിയർ? വെരി ഇമ്പോർട്ടന്റ് വൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ ബേസിക് ആണ്. സോ എന്താണ് സൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നിങ്ങളൊരു മ്യൂസിക് ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാണുമല്ലോ അല്ലെ. അതെ, നമുക്ക് അവിടെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് അവിടെ പല ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. ആ ഇൻസ്ട്രുമെന്റ്സും ഓരോന്നും ഓരോ തരത്തിലാണ് അതെന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അത് മാത്രമല്ല, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? എൻറ്റയർലി ഡിഫറെന്റും ആയിരിക്കും. ആണല്ലോ. ഒരേ സൗണ്ട് ഉള്ള ഒരേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. നമുക്ക് നോക്കാം വാട്ട് ഇസ് ഇറ്റ്. See, you can see here drum അല്ലെ. ഇതെന്താണ്? ഡ്രം ആണ്. This is a guitar and what is this? ഇതെന്താണ്? This is a tuning fork. എന്താണ്? ട്യൂണിംഗ് ഫോക്ക്. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നമ്മുടെ ലാബുകളിലൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് പല ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോക്ക് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതേപോലെയല്ല, നമ്മുടെ ഒരു സ്റ്റീൽ കളറിലാണ് നമുക്ക് ട്യൂണിംഗ് ഫോക്ക് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ലാബുകളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ കാണിച്ചു തരാൻ നിർബന്ധമായിട്ട് പറഞ്ഞു തരിക. ദിസ് ഇസ് എ ട്യൂണിംഗ്
ട്യൂണിംഗ് ഫോക്ക്. ഓക്കെ, ഇത് 2 പ്രോങ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രോങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 2 പ്രോങ്. നമ്മൾ ഈ ട്യൂണിംഗ് ഫോക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹാമർ, ഒരു വുഡൻ ഹാമർ ഓർ എനിത്തിങ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യും. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, വൈബ്രേഷൻസ് ഉണ്ടാവും. വൈബ്രേഷൻസ് ഉണ്ടായാൽ എന്താണ് നമുക്ക് കിട്ടുക, വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ട്യൂണിംഗ് ഫോക്കില് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഗിറ്റാർ ആൻഡ് ഡ്രം, നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡ്രം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഡ്രമ്മില് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. സി, when we hit the drum, നമ്മൾ ഡ്രമ്മിനെ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോ, ഒന്ന് ബീറ്റ് ചെയ്യുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്, the membrane of drum vibrate. നമ്മുടെ ഈ ഡ്രമ്മിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ആയിരിക്കും, ആണല്ലോ. ഈ മെംബ്രെയിനിലേക്ക് നമ്മൾ എന്താണ് ഒന്ന് ഹിറ്റ് ചെയ്യണം. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെംബ്രെയിൻ എന്ത് സംഭവിക്കും, there will have a vibration. അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. വൈബ്രേഷൻ ഉണ്ടായാൽ എന്തുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, സൗണ്ട് വിൽ പ്രൊഡ്യൂസ്, ആണല്ലോ. അങ്ങനെയാണ് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, അവിടെ വൈബ്രേഷൻ ഉണ്ടായി, അപ്പൊ എന്ത് സംഭവിച്ചു, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ വാട്ട് അബൌട്ട് ദ ഗിറ്റാർ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗിറ്റാർ, അല്ലെ. ഗിറ്റാറിൽ നമുക്ക് എങ്ങനെയാണ്, when we play a guitar we strike the string on it, make to and fro motion. What do you mean by the to and fro motion? എന്താണ് to and fro motion എന്ന് പറയുന്നത്? to and fro motion എന്ന് പറയുന്നത് it's an oscillation. ഓക്കെ, ഓസിലേഷൻ ഓർ വൈബ്രേഷൻ ഒക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്താ, നമ്മൾ അതിനെ ഇങ്ങനെയും വിളിക്കാറുണ്ട്, to and fro motion. What is to and fro motion? to and fro motion, to and fro, that mean ഇവിടെ തട്ടി തിരിച്ചു പോകുന്നു, ദാറ്റ് മീൻ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ടൈം അല്ലെങ്കിൽ ഫാസ്റ്റ് ആയാൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും, അത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയി നമുക്ക് പറയാൻ പറ്റും, അതെന്താണ്, വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ നമുക്ക് എങ്ങനെയും കൂടെ പറയാം, ടു ആൻഡ് ഫ്രോ മോഷൻ എന്നുകൂടെ നമുക്ക് എന്താണ് ഇതിനെ പറയാൻ സാധിക്കും. ക്ലിയർ? അപ്പോ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്, ഇറ്റ്സ് എ വൈബ്രേഷൻ. വൈബ്രേഷൻ നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് കൂടെ പറയാറുണ്ട്. അപ്പൊ നോക്കുക, നമ്മുടെ ഇവിടെയുള്ള സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്, അല്ലെ. ഈ സ്ട്രിങ്ങുകൾ കമ്പികൾ നമ്മൾ കൃത്യമായി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കമ്പികൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ അത് വായിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്, അവിടെ ഈ വൈബ്രേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്, ടു ദ സ്ട്രിങ്. നമ്മുടെ സ്ട്രിങ്ങിനാണ് എന്ത്, വൈബ്രേഷൻ സംഭവിക്കുന്നത്. ക്ലാരിറ്റി ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ദ സൗണ്ട് പ്രൊഡ്യൂസ്. അങ്ങനെയാണെങ്കിൽ ഡ്രമ്മിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ഗിറ്റാറിന്റെ സൗണ്ടും എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? യെസ്. ദെൻ വാട്ട് അബൌട്ട് ദ ട്യൂണിംഗ് ഫോക്ക്? ദ ട്യൂണിംഗ് ഫോക്ക് എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെ വൈബ്രേഷൻ ഉണ്ടായിരിക്കുക, ടു ദ പ്രോങ്. ഇതാണ് നമ്മുടെ പ്രോങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ട്യൂണിംഗ് ഫോക്ക് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുണ്ട്. അതുപോലെ സൈസും നമുക്ക് സിമിലർ, ചെറുതും വലുതുമായിട്ടുള്ള ട്യൂണിംഗ് ഫോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഈ ട്യൂണിംഗ് ഫോക്കിലേക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു നമ്മളൊരു ബീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ബീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ പ്രോങ്ങുകൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. യു ക്യാൻ സീ ഹിയർ, ഈ രീതിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ചെയ്ത് നിൽക്കുക, ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് പ്രോങ് ഓഫ് ട്യൂണിംഗ് ഫോക്ക്. ഇവിടെ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഈ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ വലിയ സൗണ്ട് ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് നമ്മളൊരു ചെറിയ ഒരു കീ ഒരു ഫ്രീക്വൻസി കൂടിയ ഒരു സൗണ്ടാണ്. നമ്മളത് എങ്ങനെ കേൾക്കാന്ന് വെച്ചാൽ നമ്മൾ ചെവിയുടെ അടുത്തേക്ക് വെച്ച് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും നമ്മൾ തട്ടി കൊടുക്കുകയാണെങ്കിൽ ബീറ്റ് ചെയ്യുക, നമ്മൾ ചെവിയുടെ അടുത്ത് വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കും. വളരെ വലിയ സൗണ്ട് അല്ല ഉണ്ടായിരിക്കുക, ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുക. ക്ലിയർ? അപ്പൊ നോക്കുക, നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, ഓരോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓരോ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സും
പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഓരോ മെറ്റീരിയലിന്റെയും നമ്മുടെ വൈബ്രേഷൻ എവിടെയൊക്കെയാണ്, അതും ഡിഫറെന്റ് ആണല്ലോ. ഇവിടെ സ്ട്രിങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എന്നാൽ ഇവിടെ പ്രോങ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ഡ്രംസിൽ എവിടെയാണ്? നമ്മുടെ ഈ മെംബ്രെയിൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുന്ന വേറെ കാര്യങ്ങൾ എന്താണ്? ചെണ്ട, മൃദംഗം, ഇതൊക്കെ എന്താണ്? നമ്മൾ മെംബ്രെയിൻ, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഗിറ്റാർ, വയലിൻ, അല്ലെ? ഇതൊക്കെയാണ് സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം. ഇനി എയർ, നമ്മുടെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് എയർ കോളം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ ഈ ഫ്ലൂട്ടിലൊക്കെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? എയർ കോളം. എയർ കോളം നമ്മൾ എയർ ബ്ലോ ചെയ്യുന്നു ഫ്ലൂട്ടിലേക്ക്, അതിനുശേഷം അവിടെ ഒരു എയർ കോളം ഉണ്ടാവും. ആ എയർ കോളം എന്താണ്? വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലൂട്ട് എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇൻസ്ട്രുമെന്റ്സിനും വൈബ്രേറ്റിംഗ് പാർട്ട് എന്താണ്? ഡിഫറെന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. എന്താണ് ഈ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം. ഓർ ഇവിടെ നമുക്ക് ഗിറ്റാറിന്റെ സ്ട്രിങ് ആണ്, ഇവിടെ മെംബ്രെയിൻ ആണ്, അവിടെ പ്രോങ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ മെറ്റീരിയൽസിനും അതെന്താണ്? ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ എന്തായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും യുണീക്കും ഡിഫറെന്റും ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ? ഓക്കെ, സി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ? എന്താണ് പ്രൊഡക്ഷൻസ് ഓഫ് സൗണ്ട്? എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ വേണം എഴുതാൻ. നോക്കുക, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് ഓബ്ജക്ട്സ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. വൈബ്രേഷൻ ഈസ് ദ റാപ്പിഡ് വൈബ്രേഷൻ. വാട്ട് ഈസ് റാപ്പിഡ്? വളരെ ഫാസ്റ്റർ എന്നാണ് അർത്ഥം. വൈബ്രേഷൻ ഈസ് ദ റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ. ഞാൻ പറഞ്ഞു, ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ അഥവാ ഓസിലേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്? കുറച്ചുകൂടെ ഫാസ്റ്റർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കാൻ പറ്റുക. നമുക്ക് ഇങ്ങനെയും പറയാം, വൈബ്രേഷൻ ഇസ് ദ റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന രീതിയിൽ നമുക്ക് എന്താ? വൈബ്രേഷനെ പറയാൻ സാധിക്കും. ഓക്കെ, then what is the example? The sound of a human voice. നമ്മുടെ വോയിസ് it is produced due to vibration of vocal cord. നിങ്ങൾ കൈ ഒന്ന് പ്ലേസ് ചെയ്ത് നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊന്ന് പ്ലേസ് ചെയ്തേ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വൈബ്രേഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും വൈബ്രേഷൻ. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് കൈ എന്ത് ചെയ്യുക? ഈ ത്രോട്ടിന്റെ ഇവിടെ വെക്കുക, സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ജേർക്കിംഗ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കും. അതെന്താണ്? നമ്മുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പൊ ഓൾ അബൌട്ട് ദ വൈബ്രേഷൻ. സൗണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്? ബൈ ദ വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡ്. നമുക്കുള്ള വോക്കൽ കോഡ് ഉണ്ട്, ഒരു പെയർ ഓഫ് വോക്കൽ കോഡ്സ് ഉണ്ട്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? ദെൻ എക്സാമ്പിൾ, സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ്. നല്ല റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. ജസ്റ്റ് നമ്മളൊന്ന് പുൾ ചെയ്ത് നോക്കിയ, പ്ലക്ക് ചെയ്ത് നോക്കിയ, എന്താ സംഭവിക്കുക? അത് വൈബ്രേറ്റ് ചെയ്യും, അല്ലെ? സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റബ്ബർ ബാൻഡ് ഒന്ന് നിങ്ങളൊന്ന് പ്ലക്ക് ചെയ്ത് നോക്കിയേ. ദാറ്റ് വിൽ വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് സൗണ്ട്. അപ്പോ എന്തൊരു കാര്യവും നമ്മൾ അങ്ങോട്ടേക്ക് ഒരു വൈബ്രേഷൻ, അങ്ങോട്ടേക്ക് ഒരു ബീറ്റ് കൊടുക്കുക, ഇനി നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ആ വൈബ്രേഷൻ മൂലം നമുക്ക് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ക്ലിയർ? ദിസ് ഈസ് അബൌട്ട് ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. ഇങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനും നിങ്ങൾ ഓർത്ത് വെക്കുക, വൈബ്രേഷൻ എന്ന് പറയുന്ന ടേം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സി ആക്ടിവിറ്റി. നമുക്ക് എങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെരി സിമ്പിൾ വൺ. ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കും. ഓക്കെ, strike the prong of a tuning fork on a rubber pad. ഓക്കെ, നമ്മുടെ റബ്ബർ പാഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പൊ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക?
നമ്മൾ ട്യൂണിംഗ് ഫോക്ക് എടുക്കുന്നു, നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ട്യൂണിംഗ് ഫോക്കിന്റെ പ്രോങ്ങുകൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും അല്ലെ? സംശയമൊന്നുമില്ലല്ലോ. ബ്രിങ് ഇറ്റ് നിയർ ദ ഇയർ, നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് നമ്മൾ വെക്കുന്നു. വി ക്യാൻ ഹിയർ എ സൗണ്ട്. If a suspended table tennis ball is touched with the vibrating prong, the ball is pushed away repeatedly. നമ്മള് ഈ വൈബ്രേഷൻ മൂലം നമ്മൾ തൊട്ടടുത്തൊരു ബോൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ബോൾ എന്താ സംഭവിക്കുക? തെറിച്ചു പോകും, അല്ലെങ്കിൽ എന്താണ്? തെറിച്ച് പുഷ് അവേ ആയിരിക്കും. This show that the prong is vibrating and vibrating object produces sound. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് ചെറിയ ഫ്രീക്വൻസി, നമ്മൾ ചെറുതായിട്ടാണ് നമ്മൾ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് എങ്കിൽ നമുക്ക് വൈബ്രേഷൻ വിസിബിൾ ആയിരിക്കില്ല. നമ്മളെ കണ്ണുകൊണ്ട് നമുക്കിതിങ്ങനെ നമ്മളെ ഈ രണ്ട് പ്രോങ്ങുകളും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയൊരു ബോൾ പ്ലേസ് ചെയ്യുക, തൊട്ടടുത്ത് പ്ലേസ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ബോള് പുഷ് അവേ, അല്ലെങ്കിൽ തള്ളി പാറ്റുന്നത് പോലെ, തെറിച്ചു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ദിസ് പ്രോങ് ഇസ് വൈബ്രേറ്റിംഗ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ വൈബ്രേഷൻ ആണെങ്കിൽ പോലും അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ അതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോങ് അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ചെയ്ത് നോക്കുക. ഓക്കെ, See, you can see here. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള പിക്ചർ ആണ്. This is a ball. നോക്കുക, ഇത് നമ്മൾ ഒരു ബോൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ ബോൾ, this is a ball. Okay, ഇതെന്തായിരിക്കും? This is a tuning fork. ആണല്ലോ അല്ലെ? ഇതൊരു വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോക്ക് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബോളിന്റെ അടുത്തേക്ക് വൈബ്രേറ്റ് ചെയ്തിരിക്കുന്ന ട്യൂണിംഗ് ഫോക്ക് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ്. എന്റെ കയ്യിലുള്ള ട്യൂണിംഗ് ഫോക്ക് ഈ ബോളിന്റെ അടുത്തേക്ക് ഞാൻ എന്താണ് പ്ലേസ് ചെയ്യുന്നു. ഈ ട്യൂണിംഗ് ഫോക്കിന്റെ വൈബ്രേഷൻ മൂലം, ഓക്കെ, ഈ ട്യൂണിംഗ് ഫോക്കിന്റെ ഈ ഒരു വൈബ്രേഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ബോള് എങ്ങോട്ടേക്ക് എത്തുകയാണ്? ജസ്റ്റ് എവേ ആയിട്ട് പുറത്തേക്ക് തള്ളിയ പോലെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ദ വൈബ്രേഷൻ, അവിടെ വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വൈബ്രേഷൻ ഇല്ലെങ്കിൽ അത് പുൾ ചെയ്യോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് മൂവ് ചെയ്യോ? ഇല്ല. സോ അവിടെ വൈബ്രേഷൻ, എത്രത്തോളം വൈബ്രേഷൻ കൂടുന്നു അത്രത്തോളം ഈ ട്യൂണിംഗ് ഫോക്കിൽ നിന്ന് ഈ ബോൾ എന്താണ് അകലെയായിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി. നിങ്ങൾ സ്കൂളുകളിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ നിങ്ങൾ എത്ര പവറിലാണോ നിങ്ങൾ അടിക്കുന്നത്, പിന്നെ നിങ്ങൾ എടുക്കുന്ന ട്യൂണിംഗ് ഫോക്കിന്റെ ഫ്രീക്വൻസി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെറിയ ഫ്രീക്വൻസി ഉള്ളതും എടുക്കുക, വലിയ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോക്കും എടുക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ബോളിന്റെ നമ്മൾ തെറിച്ചു പോകുന്നതിന്റെ ഇഫക്റ്റ് വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നന്നായിട്ട് അടിക്കുമ്പോഴും കുറച്ച് വളരെ സ്മോൾ ചെറിയ രീതിയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് അടിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്തു നോക്കുകയല്ല, ഡിഫറെന്റ് രീതിയിൽ നിങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ ഒരു ട്യൂണിംഗ് ഫോക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കാം. എനി ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോക്ക് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ട്യൂണിംഗ് ഫോക്ക് നമ്മൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഫീൽ ചെയ്യുക? നമ്മൾ ട്യൂണിംഗ് ഫോക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു, ചെവിയുടെ അടുത്തേക്ക് നമ്മൾ വെക്കുന്നു. ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ സൗണ്ട് അഥവാ ഈ ശബ്ദം നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളൊരു ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോങ് ആണ് വൈബ്രേറ്റ് ചെയ്യുക അല്ലെ? ഈ പ്രോങ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന എയർ കോളം, എന്താണ് എയർ കോളം അഥവാ നമ്മുടെ ചുറ്റിനുമുള്ള എയർ എന്ത് സംഭവിക്കും? അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ഈ ലെയേഴ്സിനും എന്ത് സംഭവിക്കുന്നുണ്ട്? വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടു മുൻപേ
നമ്മളൊരു ബോളിന്റെ കേസിൽ ഈ ബോൾ എന്തുകൊണ്ടാ തെറിച്ചു പോകുന്നത്? നമ്മൾ ഈ ബോളിനെ പോയിട്ട് നമ്മൾ തട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ്? ഈ വൈബ്രേഷൻ മൂലം ഇതിന് ചുറ്റുമുള്ള എയറും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയുള്ള എയറും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ എയർ കോളത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കാരണമാണ് എന്ത്? ഈ നമ്മുടെ ഡയറക്ഷൻ, ഈ വൈബ്രേറ്റിംഗ് എയർ ലെയറിന് എന്ത് സംഭവിക്കുന്നുണ്ടോ? ഈ നമ്മുടെ ഇയറിലേക്ക് ഈ സൗണ്ട് വേവ്സിനെ എത്തിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള എയർ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. അഥവാ എയർ കോളത്തിന് ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ സൗണ്ട് വേവ് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ? ദിസ് ഇസ് ദ എയർ ലെയർ. ഇതാണ് നമ്മുടെ എയർ ലെയർ. നമ്മുടെ ലെയേഴ്സ്, നമ്മുടെ എയറിന് കുറെ ലെയേഴ്സ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന എയർ ലെയേഴ്സ് എന്ത് സംഭവിക്കുന്നു? അവിടെ വൈബ്രേഷൻ സംഭവിക്കുന്നു. സിംപ്ലി ഒന്നുമില്ല, ഒരു സംഭവം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കാര്യവും ഓട്ടോമാറ്റിക്കലി വൈബ്രേറ്റ് ചെയ്യുമല്ലോ, അതിന്റെ ഇഫക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഇഫക്റ്റ് ആണ് ഇവിടെയുള്ള എയറിനും സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ആ എയറിന്റെ ലെയേഴ്സിനും എന്ത് സംഭവിക്കുന്നു? ഒരു വൈബ്രേഷൻസ് സംഭവിക്കുന്നു. ആ ഈ വൈബ്രേഷൻസ് തൊട്ടടുത്ത ലെയറിനും എഫക്ട് ചെയ്യുന്നു, അതിന്റെ തൊട്ടടുത്ത ലെയറിനും എഫക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ വൈബ്രേഷൻ എവിടേക്ക് എത്തുന്നു? നമ്മുടെ ചെവിക്ക് തൊട്ട് മുൻപുള്ള എയറിന്റെ ലെയറിലേക്ക് വരെ നമ്മുടെ സൗണ്ട് വേവ്സിനെ ഈ ഓരോ ലെയേഴ്സും എത്തിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ സൗണ്ട് വേവിനെ ഈ ലെയേഴ്സ് ക്യാരി ചെയ്ത് നമ്മുടെ ഇയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏതൊരു ശബ്ദവും നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ്, ഇയറിന്റെ ഫംഗ്ഷൻ മൂലം നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ക്ലിയർ? ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്യൂണിംഗ് ഫോക്ക് നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? സി, you can see here, this is a loudspeaker. ഇതൊരു സ്പീക്കർ ആണെന്ന്, this is a speaker. ഓക്കെ, ഈ സ്പീക്കറിൽ നിന്നുള്ള ശബ്ദം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇയറിലേക്ക്, നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? സി, നിങ്ങൾ ഓർത്ത് വെക്കുക, സൗണ്ട് ഇസ് എ വേവ്. സൗണ്ട് നമ്മൾ ഇനി മുതൽ എന്താ പറയാൻ പോകുന്നത്? സൗണ്ട് ഇസ് എ വേവ്. നമ്മൾ പറഞ്ഞു സൗണ്ട് ഇസ് എൻ എനർജി. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുക സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എ വേവ് ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ്. സി, നമ്മൾ ഇനി മുതൽ എന്താ വെറും സൗണ്ട് എന്നല്ല പറയുക, എന്താ പറയുക? സൗണ്ട് വേവ്സ് എന്നായിരിക്കും നമ്മൾ ഇനി മുതൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സൗണ്ട് വേവ്സ് ഉണ്ടായിരിക്കുക? ദിസ് ഇസ് എ സൗണ്ട് വേവ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ദിസ് ഇസ് എ സൗണ്ട് വേവ്സ്. ഓക്കെ, സൗണ്ട് വേവ്സ് എങ്ങനെയാണ്? നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. സി, ഓക്കെ, അപ്പൊ നോക്കുക, ദിസ് ഇസ് എ സൗണ്ട് വേവ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ലൗഡ് സ്പീക്കർ അഥവാ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൗണ്ട് ആസ് എ വേവ്, സൗണ്ട് ആസ് എ വേവ്, സൗണ്ട് വേവിന്റെ രീതിയിലാണെങ്കിൽ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ സൗണ്ട്? നമുക്ക് നോക്കാം. സൗണ്ട് വേവ് travels as a longitudinal wave. Very important. സൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക? ഒരു longitudinal wave എന്ന രീതിയിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ത്രൂ എ മെറ്റീരിയൽ മീഡിയം. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മുടെ സൗണ്ടിന് ദ സൗണ്ട് നീഡ് എ മീഡിയം. സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ദ സൗണ്ട് നീഡ് എ മീഡിയം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എങ്ങനെയാണെങ്കിൽ ലൈറ്റിന് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ഔട്ടർ സ്പേസ് അഥവാ നമ്മുടെ സ്പേസിൽ പലതരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാം. പലതരത്തിലുള്ള എക്സ്പ്ലോഷൻ, നമ്മൾ രണ്ട് ഗ്രഹങ്ങള്, രണ്ട് പ്ലാനറ്റുകള്, രണ്ട് ഉൽക്കകള് ഒക്കെ കൂട്ടിമുട്ടാം. അങ്ങനെ പലതും നമുക്ക് സംഭവിക്കാം. എന്നാൽ ഇതിന്റെ ഒന്നും സൗണ്ടുകൾ നമ്മുടെ എർത്തിലേക്ക് വരുന്നില്ല. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്തുകൊണ്ടാകാം? ബിക്കോസ് നമ്മുടെ സ്പേസിൽ ഇറ്റ്സ് എ വാക്വം. അവിടെ എയർ മോളിക്യൂൾസ് ഉണ്ടോ? ഇല്ല. അവിടെ എയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അത് വാക്വം ആയതുകൊണ്ട് തന്നെ, വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യത. ഓക്കെ, അപ്പൊ അവിടെ എന്തില്ല? ദർ ഇസ് നോ എയർ മോളിക്യൂൾസോ ഒന്നുമില്ല. അപ്പൊ അവിടെ മീഡിയം ഇല്ല. അപ്പൊ സൗണ്ടിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ട്രാവൽ ചെയ്യണമെങ്കിൽ വി നീഡ് എ മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയം ആവശ്യമാണ്. എയർ മീഡിയം, വാട്ടർ മീഡിയം, എനിത്തിങ്. അവിടെ ഒരു മീഡിയം ആവശ്യമാണ്. ദാറ്റ് മീൻ സൗണ്ടിനെ നമ്മൾ ക്യാരി ചെയ്യാൻ
ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സൗണ്ടിനെ ക്യാരി ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട്? ഒരു മീഡിയം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്പേസിലുള്ള പല ശബ്ദങ്ങളും നമുക്ക് എവിടേക്ക് എത്താത്തത്? എർത്തിലേക്ക് എത്താത്തത്. എന്നാൽ വാട്ട് അബൌട്ട് ദ ലൈറ്റ്? നിങ്ങൾ ലൈറ്റിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് സൂര്യനിൽ നിന്നാണ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ് അല്ലെ. എന്നാൽ സണ്ണിന് ഒരു മീഡിയം ആവശ്യമുണ്ടോ? സണ്ണിൽ നിന്ന് എനർജി നമുക്ക് ലൈറ്റ് എനർജി നമുക്ക് കൃത്യമായിട്ട് എർത്തിലേക്ക് തട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലൈറ്റിന് എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? എർത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സൗണ്ട് നീഡ് എ മീഡിയം ടു ട്രാവൽ. ട്രാവൽ ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട്? സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ? The medium can be solid, liquid or gas. Anything. ഏതൊന്നും ആയിക്കോട്ടെ. ഏതൊക്കെയാകാം? Solid, liquid or gas. ഏതുമാകാം. Okay, medium should be solid, liquid or gas. Sound travel as a successive compression and rarefaction in a medium. അപ്പോൾ നമ്മുടെ സൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക? കംപ്രഷൻ, rarefaction, കംപ്രഷൻ, rarefaction എന്ന രീതിയിൽ, എന്നൊരു പാറ്റേൺ രീതിയിലാണ് എന്ത് ട്രാവൽ ചെയ്യുക? സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, the sound is a wave. എന്ത് വേവ് ആണ്? It's a longitudinal wave. എന്ത് വേവ് ആണ്? Longitudinal wave ആണ്. The second point, sound need a medium to travel. ഏതൊക്കെയാകാം ആ മീഡിയം? Maybe solid, liquid and gas. Okay. ഇനി എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? ഒരു പാറ്റേൺ, ഒരു സക്സസീവ് പാറ്റേൺ ഉള്ളത് ഏതൊക്കെയാണ്? കംപ്രഷൻ ആൻഡ് rarefaction എന്ന രീതിയിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ദിസ് ഇസ് എ സോഴ്സ്. ഇതാണ് ഒരു പേഴ്സൺ. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ? എന്റെ വോക്കൽ കോഡ് ഞാൻ വൈബ്രേറ്റ് ചെയ്ത് എന്റെ സൗണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഈ സൗണ്ട് ഞാൻ എന്റെ വായയിലൂടെ പുറത്തേക്ക് വരുമ്പോ ഇവിടെയുള്ള എയർ, ഓക്കെ, ദിസ് ഇസ് എ മീഡിയം. എയർ എന്ന് പറയുന്നതാണ് എന്റെ മീഡിയം. ഈ എയർ കോളം അല്ലെങ്കിൽ ഈ എയറിന്റെ ലെയേഴ്സ് വൈബ്രേറ്റ് ചെയ്ത് എന്റെ തൊട്ടടുത്ത ആളുടെ ഇയറിലേക്ക് ഈ വൈബ്രേഷൻ എത്തുന്നു. ദാറ്റ് മീൻ ആരാണ് എത്തിക്കുന്നത്? എയർ. സോ ദ മീഡിയം ഇസ് എയർ. ഓക്കെ, ഈ സൗണ്ടിനെ ആരാണോ ക്യാരി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, അതാണ് മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്റെ ഈ കേസിൽ എന്റെ മീഡിയം ആരാണ്? എയർ ആണ് മീഡിയം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീഡിയം ഇസ് എയർ. ആൻഡ് ദ റിസീവർ, സൗണ്ട് റിസീവ് ചെയ്യുന്ന ആൾ ആരാണ്? ദാറ്റ് ഇസ് എ റിസീവർ ഓർ ദ അതർ പേഴ്സൺ. എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ദ പേഴ്സൺ ഇസ് എ റിസീവർ. സൗണ്ടിനെ റിസീവ് ചെയ്യുന്ന ആളാണ് ആര്? ദ റിസീവർ. സോ എന്റെ സൗണ്ട് എവിടേക്ക് എത്തുന്നു? ഇയറിലേക്ക് എത്തുന്നു. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓരോ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു മീഡിയം ഏതായിരിക്കും? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എയർ. ബിക്കോസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒക്കെ ഏത് മീഡിയത്തിലൂടെയാണ്? എയർ മീഡിയത്തിലൂടെയാണ്. ആണല്ലോ? യെസ്. അപ്പൊ ഓർത്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. മീഡിയം ആവശ്യമാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. Okay, sound passes through a medium as a longitudinal wave. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏത് വേവിലാണ്? Longitudinal wave. When the vibrations are fast, you hear a high pitch. നമ്മുടെ വൈബ്രേഷൻസ് വളരെ ഫാസ്റ്റർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ വളരെ സ്പീഡിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്തായിരിക്കും? ഇറ്റ് ഹാവ് എ ഹൈ പിച്ച്. അവിടെ എന്തുണ്ടാവും? ഒരു ഹൈ പിച്ച് ഉണ്ടാകും. when we are slow, നമ്മൾ വളരെ സ്ലോ ആണെന്ന് വിചാരിക്കുക. you hear ലോ പിച്ച്. അപ്പൊ എന്താണ് ഹൈ പിച്ച്, എന്താണ് ലോ പിച്ച് നമ്മൾ പഠിക്കും. ലേറ്റർ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും പഠിക്കും. അപ്പൊ ഓർത്ത് വെക്കുക, നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ കാര്യം ഓർത്ത് വെക്കുക. എന്താണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ഏത് വേവ് ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മുടെ സൗണ്ടിന്റെ സൗണ്ട് വേവ് എന്ന് പറഞ്ഞ ഏതാ മക്കളെ? ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ആൻഡ് നമ്മുടെ സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ചെയ്താണ് അല്ലെ. വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് the vibration is faster, നമ്മുടെ വൈബ്രേഷൻ ഫാസ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന പിച്ച് എന്ന് പറയുന്നത് will be higher. if the vibration is low, നമ്മുടെ വൈബ്രേഷൻ ലോ ആണെങ്കിൽ നമ്മുടെ പിച്ച് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും.
ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് സെക്ഷൻ. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞു, സൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് വി നീഡ് എ മീഡിയം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ആൻഡ് ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു അല്ലെ. കുറച്ച് കാര്യങ്ങൾ സൗണ്ടിനെ പറ്റിയുള്ള വളരെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് സൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.